Hello all in YouTube, 2K subscribers. Thank you so much. Thank you all from my heart, bottom of my heart. ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, സത്യമായിട്ട് ഞാൻ പറയാണ്. എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ അട്രാക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ യൂട്യൂബിൽ വന്ന ഒരാളാണ് ഞാനും രാജി ഇപ്പോൾ സമയത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് നന്ദി പറയുന്നത്. രാജിയുടെ നന്ദിയും കൂടി അറിയിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. നന്ദിയല്ലാതെ വേറെ എന്താ എനിക്ക് പറയാൻ കഴിയുക? സത്യം പറഞ്ഞാൽ ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ്. 2000-ലധികം സബ്സ്ക്രൈബേഴ്സ്. യൂട്യൂബിലോട്ട് വരുമ്പോൾ പിന്നെ ഈ മരത്തിൽ കയറുന്ന ഒരു തവളയുടെ അവസ്ഥയാണ്. പണ്ടെപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. അതായത് ഈ മരത്തിൽ കയറുന്ന തവള എന്താണ്, തവളയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലല്ലോ. തവള മരത്തിൽ കയറുമ്പോൾ താഴെ നിന്ന് ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കയറല്ലേ, അയ്യോ കയറല്ലേ, നിനക്ക് ആ മരത്തിൽ കയറാൻ പറ്റത്തില്ല, നീ താഴെ വീണ് നിന്റെ കൈയും കാലും ഒടിയും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കയറല്ലേ എന്നാണ് പറയുന്നത്. തവള എന്താണ് വിചാരിക്കുന്നത്? ചെവി കേൾക്കാത്തോട് തവള വിചാരിക്കുന്നത് കയറ് പെട്ടെന്ന് കയറ് നിനക്ക് അവിടെ എത്താൻ പറ്റുമോ, നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് തവള വിചാരിക്കുന്നത്. ആ തവളയുടെ അതേ അവസ്ഥയിൽ നിന്നാണ് ഞാനും യൂട്യൂബിലോട്ട് വന്നത്. ഒന്നും അറിയില്ല. നിങ്ങളൊക്കെ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തു എന്നാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് ഈ യൂട്യൂബിൽ? അതായത് ഫേസ്ബുക്കിലോ മറ്റേ ഇൻസ്റ്റാഗ്രാമുകളിലോ ഒരു അക്കൗണ്ടും ഇല്ലാത്ത രണ്ടുപേരല്ലേ ഞാനും രാജിയും. ഞങ്ങളുടെ വീഡിയോസ് എവിടെയും പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോർവേഡ് ചെയ്യുകയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഒന്നും തന്നെ സെൻഡ് ചെയ്ത് ഒന്നും സബ്സ്ക്രൈബേഴ്സിനെ വാച്ച് അവർനെയോ നേടാത്ത ഒരു ചാനലാണ് എൻ്റെ സിന്ധു കൃഷ്ണ ഒഫീഷ്യൽ എന്ന ചാനൽ. ഞങ്ങളുടെ വീഡിയോസ് ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിടത്തും ഫേസ്ബുക്കിലാട്ടെ ഇൻസ്റ്റാഗ്രാമിലാട്ടെ നിങ്ങൾക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഞങ്ങളത് പോസ്റ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബിൽ വന്ന ആൾക്കാരുടെ വ്യൂസ് അനുസരിച്ചാണ് ഞങ്ങൾ ഇതിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ യൂട്യൂബിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേറെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോട്ടും ഒന്നും ചെയ്തിട്ടില്ല. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ഏകദേശം മോണിറ്റൈസേഷനിലോട്ട് അടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കാണ് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഉടനെ തന്നെ മോണിറ്റൈസേഷൻ ആകും. അത് വന്നതിന് ശേഷം ഞാൻ രാജ്യം കൂടെ ഒരുമിച്ച് വന്ന് ഒരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവർ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഒരു സ്നേഹവും ഒരു സപ്പോർട്ടും എത്രമാത്രം വാല്യൂബിൾ ആണെന്നുള്ളത് പറയാൻ വാക്കുകൾ കിട്ടില്ല. അതാണ് ഞാനിരുന്ന് ഇങ്ങനെ തപ്പി തടയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, സാധാരണ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിറയെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ശ്വാസം വിട്ടുകയാണ് കടപ്പാടും സ്നേഹവും സന്തോഷവും ഒക്കെ കൊണ്ടിട്ട്. പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര്, ചിലരൊക്കെ ഞങ്ങളുടെ അടുത്ത് യൂട്യൂബിലും നിങ്ങൾക്കാർക്കും പറ്റത്തില്ല, അതൊരു അല്ലാത്ത പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ ആയിരിക്കാം. എല്ലാത്തിലും അതിൻ്റെതായ ശരിയും തെറ്റുകളും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. നമ്മൾ നല്ലതായിട്ട് നിൽക്കുക, അപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരും നല്ലതായിട്ട് തന്നെ നമ്മളോട് നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ചുറ്റും പുറത്തും, അതായത് നമ്മുടെ മുന്നിലും പിന്നിലും നിന്ന് കുത്തുന്ന ആൾക്കാരുടെ ഈ കുത്തുകളൊക്കെ കൊള്ളുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു തളർച്ച ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഒരു വക നെഗറ്റീവായിട്ട് ഒട്ടും ഇരിക്കാൻ കഴിയാത്ത ഒരാളാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് പ്ലസൻ്റായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ വരുന്ന നെഗറ്റീവ്സിനെ ഒന്നും തന്നെ അത്രയ്ക്ക് വന്നിട്ടില്ല. വരുന്നതിനെ ഒന്നും തന്നെ എടുത്തു വെച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും മുന്നോട്ടും ഈ ചാനലിൻ്റെ പുരോഗതിയിലേക്ക് വേണ്ടിയിട്ട് തരണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനും ഞാൻ വില്ലിങ് ആണ്. നിങ്ങൾ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യണം, ഏതൊക്കെ തരത്തിലാണ്. പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ മിക്കവാറും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ്, എല്ലാത്തിനും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും തുടർന്നും ഈ സപ്പോർട്ട് ഈ ചാനലിന് തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നന്ദി.